കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി 2 സീറ്റുകൾ നേടി ബി.ജെ.പി. 9-ൽ 6 സീറ്റുകൾ എൽ.ഡി.എഫ് നേടിയപ്പോൾ കോൺഗ്രസ് പ്രതിനിധി 1 സീറ്റിൽ വിജയിച്ചു. ബി.ജെ.പി. പ്രതിനിധിയുടെ വിജയത്തിൽ പരസ്പരം ആരോപണങ്ങളുമായി കോൺഗ്രസും സി.പി.എമ്മും രംഗത്തെത്തി. വോട്ടെണ്ണലിനെ ചൊല്ലിയുണ്ടായ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ വി.സിയും സി.പി.എം അംഗങ്ങളും തമ്മിലുണ്ടായ തർക്കം ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് അവസാനിച്ചത്. പ്രിൻസിപ്പൽ പ്രതിനിധിയുടെയും സർക്കാർ സ്വകാര്യ കോളേജ് അധ്യാപക പ്രതിനിധികളുടെയും തെരഞ്ഞെടുപ്പിലാണ് ഇടതു ജയം. 9-ൽ 6 സീറ്റുകൾ എൽ.ഡി.എഫ് നേടി. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിലേക്ക് മത്സരിച്ച ജി ഗോപകുമാർ, വിനോദ് കുമാർ എന്നിവരിലൂടെ ബി.ജെ.പിയും ചരിത്രത്തിലാദ്യമായി അക്കൗണ്ട് തുറന്നു. സി.പി.ഐ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് പ്രതിനിധി 1 സീറ്റ് നേടി. വോട്ട് ചോർച്ചയെ ചൊല്ലി സി.പി.എം, സി.പി.ഐ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായെന്നും വിവരമുണ്ട്. വോട്ടെണ്ണൽ കോടതി വിധി പ്രകാരം പിന്നീട് നടത്തിയാൽ മതിയെന്ന വി.സിയുടെ തീരുമാനത്തിനെതിരെ രാവിലെ ഇടതംഗങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. പിന്നീട് ഹൈക്കോടതി തന്നെ വോട്ടെണ്ണൽ നടത്താൻ നിർദ്ദേശിച്ചതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. തർക്കമുള്ള 15 വോട്ടുകൾ എണ്ണരുതെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. 2 വിധികളെ അട്ടിമറിച്ചുകൊണ്ടാണ് 1 മണിക്ക് നടക്കേണ്ട വോട്ട് എണ്ണൽ അട്ടിമറിക്കാൻ വേണ്ടി വി.സി ശ്രമിച്ചത്. തർക്കമുള്ള 15 വോട്ടുകൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സുരക്ഷിതമായി പൂട്ടിവെച്ചിട്ടുണ്ട്. 12 സീറ്റുകളാണ് സിൻഡിക്കേറ്റിൽ ആകെയുള്ളത്. ഇതിൽ 3 സീറ്റിലേക്ക് ഇടതു പ്രതിനിധികൾ എതിരില്ലാതെ വിജയിച്ചിരുന്നു. ബാക്കിയുള്ള 9 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.